ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു മൂവി മസാല. ഒരു കിടിലൻ മൂവി കണ്ട് ഇറങ്ങിയൊരു ഫീല്. എന്താ ഗംഭീര പെർഫോമൻസ്. മഹാരാജ് ഇറങ്ങിക്കഴിഞ്ഞു ഒന്ന്. വിജയ് സേതുപതിയുടെ എന്താ ഒരു സിനിമയാണ്. അയാളുടെ ഒരു പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിഗംഭീര പെർഫോമൻസ്. പറയാൻ പോണത് മഹാരാജയെക്കുറിച്ചാണ്. ഇന്ന് റിലീസായത് വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം. അത് എങ്ങനെയാണ് 50ാമത്തെ ചിത്രം ഇത്ര സൂപ്പറായിട്ട് അയാൾ എടുത്തതെന്നുള്ളതാണ്. ഈ സൂപ്പർ ഹിറ്റ് 50ാമത്തെ സിനിമ അതിനുവേണ്ടി വെച്ച പോലെയാണ് ആൾ വെച്ചിരിക്കുന്നത്. കാരണം ഇതുവരെ ഇറങ്ങിയ സിനിമ വില്ലനായിട്ട് ആൾ ഭയങ്കര സൂപ്പർ ഹിറ്റ് വില്ലനായിട്ട് തിളങ്ങും. പക്ഷെ നായകനായി വന്ന സിനിമയൊക്കെ ഒരുവിധമൊക്കെ ആളുടെ ഫ്ലോപ്പായിരുന്നു. പക്ഷേ ഈ സിനിമ നായകനായിട്ട് സൂപ്പർ, അതിമനോഹരം. ഇതും കണ്ടത് ലക്നൗ വെച്ച് തന്നെയാണ്. ഞാൻ കാണുന്ന സിനിമ മൊത്തം നോർത്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അടിപൊളി സിനിമ മഹാരാജ. ഇന്ന് ഇറങ്ങി നല്ല അഭിനയം, നല്ല കഥ, നല്ല തിരക്കഥ, നല്ല സംവിധാനം, എല്ലാം. എന്താ അയാളുടെ ഒരു അഭിനയമാണത്. നായകനായിട്ട് ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. സൂപ്പർ, നല്ല അതിഗംഭീര അഭിനയം വിജയ് സേതുപതിയുടെ മഹാരാജ് സിനിമ. അപ്പോൾ അങ്ങനെ 50ാമത്തെ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്നത് വിജയ് സേതുപതിയുടെ. എന്തായാലും വിജയ് സേതുപതി എന്നുള്ള ഒരു മനുഷ്യൻ ഇനി ഒരു നായക രൂപത്തിലാണ് ഇനി കാണാൻ പോകുന്നത്. ഇനി ആളൊരു വില്ലനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി തമിഴിലത്തെ നമ്മുടെ രജനീകാന്ത് സൂപ്പർ സ്റ്റാറായി വന്ന പോലെ ഇനി അടുത്ത് വരാൻ പോണ വിജയ് സേതുപതിയും. മുടിഞ്ഞ സിനിമ, അതിഗംഭീര സിനിമ. സസ്പെൻസും ത്രില്ലറും ഒക്കെ കൂടി ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കഥ. ഇവനൊരു സാധാരണക്കാരനായിട്ട് ഇങ്ങനെ വരുന്നു. പിന്നെ കുറേ പോലീസുകാരുടെ അതിൻ്റെ കൂടെ അവൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് പെർഫോമൻസ് ചെയ്തിരിക്കുന്ന അനുരാഗ് കശ്യപ്, ബോളിവുഡ് നടൻ. അയാളെയും സമ്മതിച്ചു കൊടുക്കണം. മുടിഞ്ഞ പെർഫോമൻസ് ഉണ്ടോ അനുരാഗ് കശ്യപിൻ്റെ, ഒരു രക്ഷയില്ല. മുഖത്തൊന്നും അത്ര ഫീലിങ്സ് ഒന്നും ഇല്ല നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കി ചെയ്യണം. പക്ഷേ മുടിഞ്ഞ പെർഫോമൻസാണ് അനുരാഗ് കശ്യപിൻ്റെ. അതേപോലെ ഇതിൽ പിന്നെ വേറെ അഭിനയിക്കണം നമ്മുടെ ഒന്ന് അഭിരാമി ഉണ്ട്, പഴയ നമ്മുടെ മലയാള നടി. കുഴപ്പമില്ല അഭിനയിച്ചിട്ടുണ്ട്. വലിയ റോളില്ല എന്നാലും കുഴപ്പമില്ല അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻദാസ് ഉണ്ട്. ആൾക്കും വലിയതില്ല, പക്ഷേ കുഴപ്പമില്ല, ഒരു ആവറേജ് അഭിനയം ആൾ ചെയ്തിട്ടുണ്ട്. കാരണം വലിയ റോളുകളൊന്നും ഇല്ല ഈ രണ്ടാൾക്കും. ഇവളുടെ ഈ വിജയ് സേതുപതിയുടെ മകളെ ഇതായിട്ടുള്ളൊരു കഥയാണ് അതിൽ നടക്കുന്നത്. കാരണം ഇപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാണാനുള്ള ത്രില്ല് പോകും. അപ്പോൾ അതുകൊണ്ട് കഥ പറയുന്നില്ല. പക്ഷേ ഒരു നല്ല ത്രില്ലർ മൂവിയാണ്. ഇൻ്റർവെല്ലൊക്കെ എന്താ അതിൻ്റെ ഇൻ്റർവെല്ലൊരു പഞ്ചക്ക. ഇൻ്റർവെല്ലിൽ കണ്ടിരിക്കുക ആളുകൾ അവിടെ തിയേറ്ററിൽ ഇങ്ങനെ കയ്യടിയാണ്. കാരണം ഈ ലക്നൗവിൽ ഇത്രയും തമിഴന്മാരുണ്ട് ഞാൻ ഇപ്പോൾ അറിയുന്നത്. കയ്യടിയാണ് തിയേറ്ററിൽ, നിർത്താതുള്ള കയ്യടി. അതിഗംഭീര പെർഫോമൻസ്. വിജയ് സേതുപതി എന്തായാലും ഇതോടെ ഇനി നിൽക്കും തോന്നില്ല. ഇനി ഒരു വില്ലൻ കഥാപാത്രത്തേക്ക് ആൾ ചാടില്ല. ഇതോടെ ആളിനി എനിക്ക് തോന്നുന്നു ഇനി ഹീറോയി മാത്രമേ ചെയ്യുള്ളൂ. നന്നായി ചെയ്തിട്ടുണ്ട്. നല്ലൊരു 2.5 മണിക്കൂർ സിനിമ, നല്ല സംവിധാനം. എന്തോ സംവിധാനത്തിൻ്റെ പേരെന്തോ ഒരു സ്മതിൽ മന്നനോ എന്തൊക്കെയാണ്. എന്തായാലും എൻ്റെ വിജയ് സേതുപതി അതിന് കട്ടയ്ക്കൊന്ന് അഭിനയിച്ചിട്ടുണ്ട്. അനുരാഗ് കശ്യപ് കട്ടയ്ക്കൊന്ന് അഭിനയിച്ചിരിക്കുന്നു. നല്ലത്. ആദ്യം തുടക്കത്തിൽ ആളൊരു യങ്ങായിട്ടൊക്കെ കാണിച്ച് പിന്നെ ഒരു നരച്ച താടിയൊക്കെ വെച്ചിട്ട് ഓരോ അടിയിൽ വരുമ്പോൾ ആളുടെ ആ കയ്യിലുള്ള പവർ ഇങ്ങനെ കാണിക്കണല്ലോ. അത് നമുക്ക് ഫീൽ ചെയ്യുക. ആ കയ്യിലുള്ള പവറൊക്കെ ആ പിടിക്കണ സമയങ്ങളൊക്കെ കയ്യിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും അവൾക്ക് എത്ര പവറുണ്ടോ. മുടിഞ്ഞ സിനിമ, ഗംഭീര സിനിമ, സൂപ്പർ ഹിറ്റ്. അതിൽ വേറെ ഒന്നും ഇനി പറയാനില്ല. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും എല്ലാവരും പോയി കാണുക. വിജയ് സേതുപതിയുടെ 50ാം ചിത്രം, ഗംഭീര സിനിമ. ഞാൻ കൊടുക്കുന്നത് 5-ൽ 4. ഒന്ന് വിട്ടു കൊടുക്കുക. കാരണം 5-ൽ 5 കൊടുക്കാൻ പോലെ ഒരു സിനിമ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ 5-ൽ 4 കൊടുത്തിരിക്കണം. എല്ലാവരും പോയി കാണുക. അതിഗംഭീര സിനിമ, സൂപ്പർ ഡൂപ്പർ ഹിറ്റ്.